ഹലോ, അപ്പോഴേ ഇന്ന് നമ്മൾ കടയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇലട പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടാ. അപ്പം ചില സമയത്ത് എനിക്ക് ഓരോ തോന്നലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ വന്ന പോലെയാണ് കടയിലേക്ക് വേണ്ടിയിട്ട് എന്തുണ്ടാക്കണമെന്ന്. അപ്പം ചില സമയത്ത് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കും, ചില സമയത്ത് ശർക്കരപ്പം, കോഴിക്കട്ട, ഇലടയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഓരോ തോന്നലനുസരിച്ച് ഈ ഇലയുടെ ഉണ്ടാക്കി പെട്ടെന്ന് തീരോട്ടാ. ഫ്ലാറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ഒന്ന് വെളുപ്പം മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് വാഴയിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വാഴയിലെല്ലാം വേണ്ട എന്നിട്ട് അതിന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് എല്ലാ അടുപ്പിലോട്ടും ഞാൻ അങ്ങോട്ട് കയറ്റി വെക്കാൻ പോണേണ്. ഇത് നമ്മൾ മറയൂർ ശർക്കരയാണ്. ഒട്ടും കല്ലും മണ്ണും ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് കിട്ടിയേക്കുന്നത്. ഗ്രാൻഡ് ഫ്രഷിൽ നിന്ന് മേടിച്ചാണ്. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉരുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് ഉരുക്കാൻ വെച്ചിട്ട് വേറെ പണിയൊക്കെ ചെയ്യണമെങ്കിലല്ലേ അതിൻ്റെ ഇടയിൽ ശർക്കര ഒന്ന് ഇളക്കി കൊടുക്കണ്ടല്ലേ, പെട്ടെന്ന് കരിഞ്ഞു. ഇപ്പം ഞാൻ പൊടി കുഴക്കാൻ വേണ്ടിയിട്ടേ ഞാൻ കേക്കിൻ്റെ ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ അതാണ് എടുത്തേക്കുന്നത്. നമ്മൾ പുട്ട് ഉണ്ടാക്കണതും കേക്ക് പുട്ട് പൊടി വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. അപ്പം ഞങ്ങൾ എല്ലാ ബ്രാൻഡും കേക്കയുടെ കേട്ടോ മേടിക്കണത്. നമ്മൾക്ക് ഓരോ ബ്രാൻഡുകളുണ്ട് കേട്ടോ. കേക്ക് പുട്ടുപൊടി, കേക്ക് അപ്പപ്പൊടി, ആശീർവാദ് ആട്ട, പിന്നെ LG കായപ്പൊടി, ബ്രാഹ്മൺ സാമ്പാർ പൊടി, കിച്ചൺ ട്രഷേഴ്സിൻ്റെ മസാലപ്പൊടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇനി ഞാൻ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പൊടി വാട്ടി കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ 1 കിലോ പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ എടുത്ത വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുഴച്ചെടുക്കാൻ പോകുമ്പോഴല്ലേ പച്ചവെള്ളത്തിലാണ്ട ഞാൻ ആ കൈ മുക്കി കൊടുത്തത്, ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചവെള്ളം എടുത്ത പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ട. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വിളവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ആ പാത്രം തന്നെയാണ് എടുത്തത്, കാരണം പാത്രം കഴുകേണ്ട ആവശ്യമില്ലല്ലോ. ആ പാത്രം എന്തായാലും വെള്ളം ചൂടാക്കാൻ മാത്രമല്ല എടുത്തത് എന്നോർത്തിട്ട് അതിലേക്ക് ഒരു തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കാൻ വെച്ച ശർക്കര നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അരിച്ചിട്ടുണ്ട്. കല്ലും മണ്ണും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കടക്കാർ തന്നെങ്കിലും നമ്മളത് വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ നമുക്കറിയില്ല, കല്ല് അടിക്കാൻ പറ്റൂല ലാസ്റ്റ് വരുമ്പോൾ. അങ്ങനെ ഞാനത് അരിച്ചൊഴിച്ചു കൊടുത്തപ്പോൾ ഒട്ടും കല്ലും മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇല്ലേ, ആ തേങ്ങയും ശർക്കരയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ വറ്റി വിളയിച്ച പോലെ എടുക്കണം. ഇതിൻ്റെ ഇടയിലല്ലേ ഞാൻ കുറച്ച് പഞ്ചസാരയിലേക്ക് ഏലക്കയും ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെങ്ങനെ ഇടണം എന്താണെന്ന് വെച്ചാലല്ലേ, ചില ശർക്കരക്ക് ഒരു കുത്തലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത്. അതേപോലെ തന്നെയല്ലേ വേറൊരു ടിപ്സും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര ശർക്കര വിളയിച്ചിലോട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇല പ്രസ് ചെയ്യൂലേ, അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ശർക്കരപ്പാനി ഒലിച്ചിറങ്ങാൻ ഇടയുണ്ട്. അത് ഒഴിവാക്കാനും നമ്മൾ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ഇതേ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങണ്ട. അങ്ങനെ ഞാൻ ഓരോരോ ഉരുളകളും എടുത്തിട്ട് ഇതേ നമ്മുടെ ഇലയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി അതിൻ്റെ നടുക്കിലോട്ടെ കുറച്ച് വിളയിച്ചതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഒന്നും അട ഉണ്ടാവില്ല കേട്ടോ. ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ ശനിയാഴ്ച മാത്രമൊക്കെയാണ് എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ അടയൊക്കെ ഉണ്ടാക്കണത്. പണ്ട് ചെറുപ്പത്തിലൊക്കെ എന്താ ചെയ്യണമെന്നറിയാമോ, ഉമ്മ പണിക്ക് പോകും. പണിക്കുള്ള സമയത്ത് രാവിലെ ഉണ്ടാക്കാനായിട്ട് നേരം കിട്ടില്ല. അപ്പം എന്ത് ചെയ്യും, വൈകുന്നേരം തന്നെ കുറേ ഇലട ഉണ്ടാക്കി അങ്ങോട്ട് പുഴുങ്ങി വെക്കും. അപ്പം നേരം വെളുത്തിട്ടൊന്ന് ആവി കയറ്റും. ആവി കയറ്റാണ്ട് ഇത് കഴിക്കണേട്ടോ കൂടുതൽ ടേസ്റ്റ്. എന്ന് വെച്ചാൽ ആ ഒരു ചൂട് പോയി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഇലയുടെയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും പരത്തിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ പിന്നെ ആകാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ കുറച്ചെടുത്തിട്ട് നമുക്ക് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇഡ്ഡലി പാത്രമൊക്കെ നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തിൽ ഒന്നിനൊന്നായിട്ട് വെക്കുമ്പോൾ മുട്ടിക്കും. അപ്പം ചില അടകളൊക്കെ വേഗൂല, നടുക്കിരിക്കണ ഭാഗങ്ങളൊക്കെ. അപ്പം അങ്ങനെ വേഗാണ്ട് വരുമ്പോൾ പിന്നെയും നമുക്ക് ഇരട്ടിപ്പണിയാകും. എടുത്ത് കഴിയുമ്പോഴാണ് വേഗാത്തതായിട്ട് തോന്നുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ലേ, ആ വാഴയുടെ ആ ഒരു മുതുക് ഭാഗമില്ലേ ഇലട, അതിങ്ങനെ വെട്ടിയെടുത്തിട്ട് ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കിട്ടാ. അങ്ങനെയാണെങ്കിൽ ഒപ്പത്തിനൊപ്പം എല്ലാം ഒന്നിച്ച് വെന്ത് കിട്ടും. നിങ്ങൾ ആദ്യമൊക്കെ അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കോലൊക്കെ വെട്ടിയിട്ട് ഇതേപോലെ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടയൊക്കെ
വെന്ത് കിട്ടട്ടെ. പിന്നെ ഇപ്പം കണ്ടുപിടിച്ചതാണ് നമ്മുടെ വാഴയുടെ ആ ഒരു മുതുഭാഗം എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള പൊടി കുറച്ചും കൂടി എടുത്തിട്ട് അട അതിൻ്റെ മുകളിലേക്ക് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ അടയൊക്കെ നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ടാവും. ഒട്ടും വേഗാതെ ഒന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നില്ലേ നിങ്ങൾ വിചാരിക്കുക 1 കിലോ പൊടി വെച്ചിട്ട് ഇവിടെ ഇത്ര അട ഉണ്ടാക്കിയോളാന്ന്. ഇല്ലടോ, ഇല്ല. എന്താണെന്നറിയാമോ, വിളയിച്ചത് തീർന്നുപോയി. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചേ ഇത്ര അട ഉണ്ടാക്കിയാൽ മതി, ബാക്കിയും കൊണ്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കാം, കുറച്ചും കൂടി വിളയിച്ചിട്ടെന്ന് വിചാരിച്ച്. അങ്ങനത്തെ ഇത്ര അട നമ്മുടെ അടയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയണമല്ലോ, നിങ്ങൾ ചെയ്യൂലേ? വേറെ ഒന്നല്ല, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പിന്നെ നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന ഏത് വിഭവങ്ങളാണ് ഇനി നിങ്ങൾക്ക് കാണേണ്ടതെന്നൊന്ന് കമൻസിലൂടെ അറിയിക്കുക, ഞാൻ ഇടുന്നതായിരിക്കും. ഒരു പ്രത്യേക കാര്യം കേട്ടോ കൂട്ടുകാരെ, ഈ ചൈനീസ് വിഭവങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ. വേറെ ഒന്നുമല്ല കേട്ടോ, അറിയാൻ പാടില്ല എന്നിട്ടല്ല, നമ്മുടെ കടയിൽ അതൊന്നും ഉണ്ടാക്കാറില്ല. അതായത് ചില്ലി ഗോബി, ചില്ലി ചിക്കൻ, പിന്നെ അങ്ങനെ ഉള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മൾ നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്ര നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.